ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കർണാടകത്തെ പെണ്ണ. അപ്പോൾ ഞാൻ ഒരു മലയാള ഒരു വ്ളോഗ് ആക്കാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മലയാളം അത്ര അറിയില്ല, കുറച്ച് അറിയോ. സോ അങ്ങനെ ഓരോ വേർഡ്സ് എല്ലാം മിസ്റ്റേക്ക് ആവും. സോ അപ്പോൾ നിങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം, ഓക്കെ. ബട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞാൽ മലയാളം എനിക്ക് പഠിക്കാനൊന്നും അറിയില്ല, എനിക്ക് ഓതാൻ അറിയില്ല എനിക്ക് മലയാളം. സോ ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് ചെയ്യാം, ഓക്കെ. ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കർണാടകത്തിൽ കന്നഡ പഠിച്ചിട്ടുള്ള പെണ്ണ. അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് അങ്ങനെ സംസാരിക്കും, പക്ഷേ ഓരോ വേർഡ്സ് എല്ലാം മിസ്റ്റേക്ക് ആവും. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എന്താക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് ചെയ്താൽ മതി, ഓക്കെ. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം അത്ര ഓതാനൊന്നും അറിയില്ല. സോ അങ്ങനെ ആയിട്ട് ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈമും മലയാളം വ്ളോഗ് ആക്കിയതാണ്. സോ അങ്ങനെ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ, ഓക്കെ. നെക്സ്റ്റ് ഞാനിപ്പോൾ വ്ളോഗ് സ്റ്റാർട്ടാക്കാം, ഓക്കെ. നോക്കി എങ്ങനെയുണ്ട് ഇത്, ഓക്കെ. സർപ്രൈസ് ചാറ്റി ചാറ്റി. നിന്റെ പൊന്നെ എന്താ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഈ അമ്മയെ വിളിക്കാം. പക്ഷെ കുറച്ച് ഒരു സർപ്രൈസ് തരാന്ന് കോളേജിനെ പറഞ്ഞാൽ കോളേജ് കുറച്ച് ദിവസം ലീവുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നേ. എന്താ സർപ്രൈസ് ഇത് ഇങ്ങനെ ഒരു സർപ്രൈസ് തരാം ഒന്നും ആക്കിയില്ല വീട്ടിൽ. ഓരോ വീഴ്ച പറയണ്ട അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ പ്രായം പറയണല്ല നീ. ശരി, വെയിലത്ത് വന്ന് ഇത്തര സമയം വെയിലത്ത് നിന്നതല്ല നീ. വാ മക്കൾക്ക് കയറി അവിടെ ഇരിക്കട്ടെ. ജ്യൂസിൻ്റെ വെച്ചിട്ട് അമ്മയുടെ കാര്യം അങ്ങനെ ഒരു വിളിക്കാം, ഓക്കെ. ഈ പെണ്ണുന്ന നോക്കുവോ എന്തോ കുറച്ച് സംശയം കാണുന്നുണ്ട്. ഇത്ര കൊല്ലം പഠിച്ചത് ഹോസ്റ്റലിൽ തന്നെ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഒരു ദിവസം സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടില്ല. ആയില്ല ഇന്ന് വന്നപ്പോൾ ഞാനന്ന് പറഞ്ഞത് ശരിയാവുന്നില്ല. സർപ്രൈസ് എന്ന് പറഞ്ഞു എന്താ സർപ്രൈസ് ആയിട്ടുണ്ടാവും. എന്തോ എനിക്ക് ഈ പെണ്ണിൻ്റെ മേലെ കുറച്ച് സംശയം വരുന്നുണ്ടല്ലോ. നോക്കാം എന്താണ് ചെക്ക് ചെയ്യണം. നോക്കാം എന്താണ് ഇത് അവൾ അങ്ങനത്തെ പെണ്ണൊന്നല്ല. സർപ്രൈസ് ആയിട്ട് പറഞ്ഞത് അവൾ കൂട്ടി വെട്ടിയത് കണ്ട. എൻ്റെ പൊന്നെ കോളേജിൽ അപ്പോൾ കയറിയോ അപ്പോൾ സ്റ്റാർട്ടായി. ജീൻസ് പാൻറ്റ് കൂടാനോ ഇങ്ങനെ മുടി വെട്ടാനോ എല്ലാം സ്റ്റാർട്ടായി. എന്തോ എനിക്ക് എന്തായാലും കുറച്ച് സംശയം ഉണ്ട്. നോക്കാം നമുക്ക്. ഞാൻ കണ്ടുപിടിക്കാം. ഞാനാണ് അവിടെ ഏറ്റവും ഭാഗ്യനല്ല ഞാൻ കണ്ടുപിടിക്കാം. എനിക്ക് അവൾക്ക് എന്താ ഹാര്യം അവൾ കേൾക്കണം കുടിക്കണം നല്ല ചോദിക്കാൻ നല്ല എനിക്കുണ്ട്. അവൻ്റെ ഏറ്റവും ഭാര്യയാണ്. ഞാനൊരു അമ്മേൻ്റെ സ്ഥാനത്തുള്ള ഞാൻ. നോക്കാം ഈ പെണ്ണിന് എന്തൊക്കെ കളികൾ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാം. അവൾക്കിപ്പോൾ ബസ് കുടിക്കാൻ വെള്ളം ഇട്ട് പോയി കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഫുള്ള് അവളെ റൂമിൻ്റെ ഫുള്ള് ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കാം. കുടിക്കാൻ വെള്ളം തണുപ്പ് വെള്ളമില്ല. ഇന്നലെ നൈറ്റ് മഴ വന്നിട്ട് കറണ്ട് പോയി. പിന്നെ നമുക്ക് കുടിക്കാൻ പോകും പച്ച വെള്ളമില്ല. നല്ല തണുപ്പായിട്ട് നല്ല വെയിൽ ചൂടാ. നൈറ്റ് നോക്കുമ്പോൾ നല്ല മഴ. ഇപ്പോൾ നോക്കുമ്പോൾ കറണ്ട് വെള്ളമില്ല. ഇവിടെ വെള്ളം വെക്കട്ടെ. അങ്ങനെയാ ഇവിടെ ഇപ്പോൾ നല്ല മഴ അല്ലേ. അവിടെ മഴയില്ല. അവിടെ മഴയൊന്നുമില്ല. അവിടെ ഭയങ്കര ചൂട് പറഞ്ഞാൽ അതാ ഒരു ചൂട്. നീ ഏടെ ഞാനിപ്പോൾ ഉച്ചക്കൾക്ക് ചോറ് എന്താ വാക്കണല്ലേ. എന്താക്കാം ബിരിയാണി ഒന്നും ആക്കാൻ പറ്റില്ല. ഒരു ചോറ് ഒരു ഡാൽ സാമ്പാർ എന്തായാലും ഒരു സാമ്പാർ ആക്കണം. എനിക്ക് ബിരിയാണി ആക്കാൻ പറ്റില്ല. ശരി ആയിക്കോട്ടെ. നീ വെള്ളം കുടിക്കും. റൂമിൽ കുറച്ച് റെസ്റ്റ് എടുക്കണം. കുറച്ച് പോയിട്ട് കിടക്കണം. ശരി ചേട്ടി. ഞാനിപ്പോൾ വെള്ളം കുടിച്ചിട്ട് റൂമിൽ പോകും. എൻ്റെ വേണ്ടി അവിടെ അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് ഈ പെണ്ണിൽ എന്തോ സംശയമുണ്ട്. നോക്കാം എന്താണ്. ഇപ്പോഴത്തെ പെണ്ണുകളിലെ കാലേജ് പഠിക്കുന്നതല്ലേ, പറയാൻ പറ്റില്ല. എന്തായാലും ആയിരുന്നെങ്കിൽ ഇതെന്തോ ആയിരുന്നോ അതിലൊന്നും കാണുന്നില്ലല്ലോ. അതിൽ എന്തെങ്കിലും കാര്യം എനിക്ക് ഈ പെണ്ണിൻ്റെ മേലെ സംശയമുണ്ട്. ഞാൻ കണ്ടുപിടിക്കാം. ഇതെന്തോ കോളേജിൽ പഠിക്കുന്നവരല്ലേ ഇങ്ങനത്തെ പെയിൻറ്റിങ്ങൾ എടുക്കും. ഇവിടെ പെയിൻറ്റിങ് എന്താണ് അടിക്കുന്നത്? കോളേജിൽ പോയിട്ട് അടിക്കാനോ? എൻ്റെ പൊന്നെ ഒന്നും കാണുന്നില്ലല്ലോ. എന്താ ചെയ്യാ? ചേട്ടി ഇവിടെ റൂമിൽ എന്താ നോക്കുന്നത്? എന്താ എന്നോ ബാഗെല്ലാം എടുക്കുന്നത് നിങ്ങൾ? ബാഗിൽ എന്തോ ഉണ്ട്? ബാഗിലല്ലേ എല്ലാം വലിച്ചിട്ട് നിങ്ങൾ പുറത്തുവിട്ടല്ലേ എന്താണ്? മോളെ അങ്ങനെ ഒന്നില്ല. നീ പറഞ്ഞല്ല പിന്നെ അത്ര ജാസ്തി പൊടികളെല്ലാം ഉണ്ട്. അങ്ങനെ കുറച്ച് തുടച്ചിട്ട് പോവാന്ന് ഇങ്ങോട്ട് വന്നു റൂമിക്ക്. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു പൂച്ച കാണുന്നുണ്ടോ? പൂച്ചനെ തന്നെ ഞാൻ ഓടിക്കുന്നത് നോക്കുന്നത്. എവിടുന്ന് വന്നെന്നറിയില്ല. ചന്തി പൂച്ചയാ? എവിടെ പൂച്ച? നമ്മുടെ വീട്ടിലൊന്നും പൂച്ച ഒന്നുമില്ലല്ലോ. എപ്പോഴത്തെ സൈഡിൽ പൂച്ച? അപ്പോഴത്തെ സൈഡിൽ പൂച്ച നമ്മുടെ വീട്ടിൽ പോകാറോ? അവിടെ എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടുന്ന് വന്നെന്നറിയില്ല. ഇപ്പൊ ഇവിടെ സൗണ്ട് കേട്ടോ. അങ്ങനെ നോക്കാൻ വന്നതാ. കൊടുക്കാൻ വന്നപ്പോ ഓഹോ പൂച്ച അങ്ങോട്ട് അവിടെ ഇങ്ങനെ ഓടി പോയിട്ടുണ്ടാവല്ലേ. ശരി. അവിടെ എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അയാലും ഓക്കെ. എൻ്റെ ബാഗിലുള്ള ഒരു വൈകുന്നേരം വലിച്ചു വെച്ചല്ല. എന്താണ് ചേട്ടത്തിൻ്റെ എന്തായാലും ഇങ്ങനെയൊക്കെ എല്ലാം വലിച്ചിട്ടത്. ഇപ്പൊ റൂം എന്തായാലും റൂമിൽ നല്ല ഉണ്ടല്ലേ. പിന്നെ
എപ്പോൾ കൊടുക്കുന്നത് ഇപ്പം അവൻ അപ്പോൾ എന്താ വന്നിട്ട് ഇന്ന് രാവിലെ കുറച്ചതല്ല പിന്നെ എന്തെങ്കിലും വലിച്ചിട്ട് ചേട്ടത്തിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അല്ല ആ ശരി ആയിക്കോട്ടെ മോളെ നീ റെസ്റ്റ് എടുത്തോ ആ മോളെ പറഞ്ഞിപ്പോയോ ആ ചേട്ടി എന്തോ അങ്ങനെ റെസ്റ്റ് ഒന്നല്ല റെസ്റ്റ് കുറച്ചൊരു അങ്ങനെ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പിന്നെ വാട്സാപ്പ് അങ്ങനെ നോക്കാൻ വന്നിട്ട് കുറച്ച് കിടന്ന് പിന്നെ ഇവിടെ കൊണ്ട് എ സിയിലല്ല ഫാൻ ഇട്ടാൽ നല്ല ചൂടാ ചേട്ടി എന്ത് നിൻ്റെ അടുത്ത് കുറച്ച് എന്തോ വാക്ക് പറയണേ എന്തോ പറയണേ ചേട്ടിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞത് എന്താണ് കേട്ടേണ്ട കാര്യമല്ല അപ്പോൾ ഞാൻ എന്തായിട്ട് എനിക്ക് കുറച്ച് ഡൗട്ടുകൾ എന്താ ഞാൻ ചോദിക്കണല്ലേ എന്താണ് അത് എന്താന്ന് പറഞ്ഞാൽ നോക്കൂ നീ ഇങ്ങനെല്ലാം ജീൻസ് പാൻറ് ഇടുന്നത് പിന്നെ ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് പറ ഇങ്ങനെ ഫ്രോക്ക് ഇടുന്നത് പിന്നെ ഇങ്ങനെ മുടി വെട്ട് അതൊന്നും നല്ല രസമില്ല നീ എന്താ പറയുക ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇത്രയും ഉള്ളത് ഇങ്ങനത്തെ തന്നെ ഒരു ഡ്രസ്സെല്ലാം ഇട്ട നല്ല ടാപ്സ് ഇട്ട നല്ല അടിപൊളിയായിട്ട് കാണും നീ തന്നെ ഈ കേരളത്തിൽ നീ തന്നെ സുന്ദര കുട്ടീനായിട്ട് കാണും അത് കിട്ടിയിട്ട് ഇങ്ങനത്തെ ജീൻസ് പാൻ്റ് എല്ലാം കൊട്ടെ അത് നോക്കുന്നവർ ആരെങ്കിലും എന്തായാലും പറയും ഒരു കുറച്ചുകൂടി നല്ല കാണുന്നില്ല ചേർത്തിക്ക് ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ചേർത്തി എൻ്റെ മതി വന്നല്ല ചേർത്തി കുറച്ച് ഇങ്ങനെ തടി വെച്ചിട്ട് പിന്നെ ഇപ്പം കല്യാണമായിട്ട് ഒരു കുട്ടിയും ഉണ്ട് ഓക്കെ അതിൽ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല അതിൽ ഞാനിപ്പോൾ എന്തായാലും പറഞ്ഞു ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇടാണ് നിങ്ങൾ അങ്ങനെ നിൽക്കണമെന്ന് ഞാനാവട്ടെ എൻ്റെ അമ്മയാവട്ടെ നമ്മുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും എന്തായാലും പറഞ്ഞു ഇല്ല അപ്പോൾ ചേർത്തിക്കുന്ന ഒരു കാര്യം വരട്ടെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ ചെറിയ കുട്ടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കോളേജിൽ പോയപ്പോൾ എല്ലാ പെണ്ണുകളും ഓരോ മറ്റേ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരും ഇപ്പോൾ എങ്ങനെയെന്ന് അറിയുമല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോൾ എങ്ങനെയെന്നല്ല നമുക്ക് അയാൾക്ക് അറിയുമല്ലോ പിന്നെ അറിയാത്ത മതി എന്താണ് ചോദിക്കുന്നത് ഇപ്പോൾ ജീൻസ് പാൻറ് ഇട്ട് എന്തോ കുഴപ്പം ഇങ്ങനെ ഫ്രോക്ക് ഇട്ട് എന്തോ കുഴപ്പം ഇങ്ങനെ മുടി കെട്ടിയാൽ എന്തോ കുഴപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് എൻ്റെ ഡ്രസ്സാണ് എൻ്റെ ബോഡി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഓക്കെ അത് ചേർത്തിക്ക് പറയുന്നു ഒന്നും ഇതില്ല എൻ്റെ ഇതിൽ ഞാൻ വേറെ എന്തായാലും ഒരു തെറ്റായില്ല